തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ കോടികളുടെ അഴിമതി നടന്നതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ കണ്ടെത്തൽ. തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിലും മെറ്റീരിയൽ പർച്ചേസിലുമാണ് കോടികളുടെ അഴിമതി കണ്ടെത്തിയത്. 2021 മുതൽ 24 വരെ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ 125-ൽ പരം ഗ്രാമീണ റോഡുകളുടെയും കുളങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതിയാണ് ഓഡിറ്റിംഗിലൂടെ പുറത്തുവന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി 80,97,66,000 രൂപ പഞ്ചായത്തിന് NREGS ഫണ്ടിലൂടെ ലഭിച്ചിരുന്നു. പ്രാദേശിക കരാറുകാരുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയ റോഡ് നിർമ്മാണത്തിൽ 3 കോടിയോളം രൂപയുടെ പാറ വേസ്റ്റുകൾ നിർമ്മാണത്തിനുപയോഗിച്ച് അഴിമതി നടത്തിയെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. 3 കോടി രൂപയുടെ അഴിമതി ഇപ്പം കണ്ടെത്തി കഴിഞ്ഞു. അതിൽ വൻകിട അഴിമതി എന്ന് പറയുന്നത് നമ്മുടെ റോഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോറി ഫില്ലിങ് സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണത്. കാരണം അത് നമുക്കറിയാൻ സാധിക്കത്തില്ല, അതിനെ പൊളിച്ചു നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാൽ കേരള സംസ്ഥാന ഓഡിറ്റ് വിഭാഗം അത് കണ്ടെത്തി കഴിഞ്ഞു. അതായത് 115ഓളം റോഡുകൾ അഴിമതി ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോറി ഫില്ലിങ് നടത്തേണ്ടത് വെള്ളക്കെട്ടുള്ള ഭാഗത്താണ് നടത്തേണ്ടത്. എന്നാൽ സാധാരണ മലയോര മേഖലയിൽ പോലും എല്ലാ റോഡിലും ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് സിമൻറ്റ് വില എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ നിരക്ക് ഇപ്പോൾ 320 വില, 400-നപ്പുറം പോകാത്തയിടത്ത് ഇന്ന് 576 രൂപ ശരാശരി നിലയിൽ ഇവർ ബില്ലുകൾ മാറിയിരിക്കുന്നു. അതിൽ തന്നെ പാക്കിൻ്റെ ബ്രാൻഡില്ല, സാധാരണ വിലയില്ല, എത്ര അളവ് ഉപയോഗിച്ചെന്ന് പോലും കാണിച്ചിട്ടില്ല. ഇതെല്ലാം വൻ അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത്. റോഡ് നിർമ്മാണ ചട്ടപ്രകാരം ചതുപ്പുനിലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങളിലും മാത്രമാണ് പാറ വേസ്റ്റുകൾ ഉപയോഗിച്ച് റോഡിന്റെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കുക. എന്നാൽ പണി കഴിഞ്ഞ മുഴുവൻ റോഡുകളിലും പാറ വേസ്റ്റുകൾ ഉപയോഗിച്ച ശേഷമാണ് കോൺക്രീറ്റ് നടത്തിയതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. പരാതിയെ തുടർന്ന് സംസ്ഥാന ഓഡിറ്റിംഗ് വിഭാഗം ബില്ലുകൾ പരിശോധിച്ചപ്പോഴാണ് പാറ വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയത്. ഇതിലൂടെ 2,40,00,000 രൂപയുടെ പൊതുനഷ്ടമാണ് ഖജനാവിലുണ്ടായതെന്നാണ് NREGS ഓംബുഡ്സ്മാന്റെ കണ്ടെത്തൽ. റോഡുകളുടെയും കുളത്തിന്റെയും നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച സിമന്റ് ചാക്കുകളുടെ എണ്ണമോ അളവോ കമ്പനിയോ രേഖകളിൽ കാണിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ കരാർ വയ്ക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക ബില്ല് മാറി നൽകിയതുൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി നടത്തിയ നടപടികളിൽ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. ഓംബുഡ്സ്മാന്റെ കണ്ടെത്തലുകൾ പുറത്തുവന്നതോടെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉടലെടുക്കുന്നത്. റവന്യൂ റിക്കവറി ഉൾപ്പെടെ നടത്തിക്കൊണ്ട് 30 ദിവസത്തിനുള്ളിൽ കുറ്റക്കാരിൽ നിന്ന് തുക കണ്ടെത്തി പൊതുഖജനാവിൽ അടയ്ക്കാനാണ് ഓംബുഡ്സ്മാന്റെ ഉത്തരവ്. വിഷയത്തിൽ പ്രതികരിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.